നമസ്കാരം. അനിൽ ബാലചന്ദ്രൻ, ദ സെയിൽസ്മാൻ. നമ്മൾ വിൽക്കുന്നത് ഏത് ഇൻഡസ്ട്രി ആയിക്കോട്ടെ, ഏത് മാർക്കറ്റിലും ആയിക്കോട്ടെ, ഏത് പ്രൊഡക്റ്റും ആയിക്കോട്ടെ, നമ്മളുടെ എല്ലാ കസ്റ്റമേഴ്സിനെയും കോമൺ ആയിട്ട് വരുന്ന ഒരൊറ്റ ഫാക്ടറി ഉള്ളൂ: മൊബൈൽ. ഒരു സെയിൽസുകാരൻ ഈ മൊബൈൽ അല്ലെങ്കിൽ ഒരു ടെലഫോൺ എങ്ങനെ യൂസ് ചെയ്യണം എന്നറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ നന്നായിട്ട് എക്സ്ട്രാ ഓർഡിനറി പെർഫോമൻസ് അവന് കാഴ്ചവെക്കാൻ പറ്റും. നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ച്. വൈ യു ആർ യൂസിങ് ടെലഫോൺ ഫോർ യുവർ സെയിൽസ്. ടെലഫോൺ ചെയ്യുമ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് എന്താണ്? കസ്റ്റമറുടെ അറ്റൻഷൻ വേണം. മറുതലക്കിലുള്ള ആളിൻ്റെ അറ്റൻഷൻ ഗ്രാബ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. അതിനെന്ത് വേണം? കോൾ ദെയർ നെയിം. ഹായ് എന്ന് പറഞ്ഞിട്ട് എന്താ വിളിക്കേണ്ടത്? അവരുടെ പേരെടുത്ത് വിളിക്കണം. അപ്പോൾ അവർക്ക് എന്ത് ഫീൽ ചെയ്യും? കസ്റ്റമർക്ക് ആ ഫോൺ എടുത്ത് കഴിയുമ്പോൾ ഓക്കെ, എന്നെ ഒരു അപരിചിതനായിട്ട് അവർക്ക് ഫീൽ ചെയ്യത്തില്ല, അല്ലെങ്കിൽ ഒരു അനോണിമസ് കോളായിട്ട് അവർക്ക് തോന്നില്ല, റാൻഡമായിട്ട് അവരെ വിളിച്ചതായിട്ട് അവർക്ക് ഫീൽ ചെയ്യില്ല. പകരം എന്താണ്? നമ്മൾ അവരുടെ പേരെടുത്ത് വിളിക്കുമ്പോൾ കസ്റ്റമർ ഫീൽസ് സംതിങ് എൽസ്. അവിടെ കസ്റ്റമർ നമ്മളെ അറ്റൻഷനിലേക്ക് കൊണ്ടുവരാൻ തുടങ്ങും, അല്ലെങ്കിൽ അവർ നമ്മളെ ശ്രദ്ധിക്കാൻ തുടങ്ങും. അവിടെയാണ് നമ്മുടെ സെക്കൻഡ് പോയിന്റ് ഇരിക്കുന്നത്: ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ്. കസ്റ്റമറുടെ പേരെടുത്ത് വിളിച്ചു കഴിഞ്ഞാൽ തൊട്ടടുത്ത് ചെയ്യേണ്ടത് എന്താണ്? ഞാൻ വിളിക്കുന്നത് ഇന്ന കമ്പനിയിൽ നിന്നാണ്, എൻ്റെ പേര് ഇതാണ് എന്ന് പറഞ്ഞ് നമ്മളുടെ സെൽഫ് ഇൻട്രൊഡക്ഷൻ നടത്തണം. ഇവിടെ ഇത് മിക്കവരും ചെയ്യുന്നതാണ്. എന്നാൽ മൂന്നാമത്തെ സ്റ്റെപ്പിലാണ് നമുക്ക് പലപ്പോഴും തെറ്റുന്നത്. ഇനി നമ്മൾ കമ്പനിയുടെ ഡീറ്റെയിൽസിലേക്ക് അങ്ങ് പോകും. ഒരിക്കലുമല്ല. ഞങ്ങളുടെ കമ്പനി ഇങ്ങനെയാണ്, അങ്ങനെയാണ്, അത് ചെയ്യുന്നുണ്ട്, ഇത് ചെയ്യുന്നുണ്ട്. ഇതൊന്നും കസ്റ്റമർ കെയർ ചെയ്യുന്നില്ല. വൈ? മൂന്നാമത്തെ സ്റ്റെപ്പിൽ എന്ത് വേണം? കസ്റ്റമറെ പേരെടുത്ത് വിളിച്ചു, ഞാൻ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. മൂന്നാമത്തെ സ്റ്റെപ്പിൽ വൈ ഐ ആം കോളിങ് യു. ഞാൻ എന്തിനു വേണ്ടിയിട്ടാണ് സാറിനെ വിളിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ ഡീറ്റെയിൽഡായിട്ട് എന്തിനു വേണ്ടിയിട്ടാണ്, ഈവൻ ഇഫ് ഇറ്റ് ഈസ് ഫോർ ആൻ അപ്പോയിൻമെൻറ്റ് ആണ് എന്നുണ്ടെങ്കിൽ ക്ലിയർ ആയിട്ട് പറയാം: സർ, ഞങ്ങളുടെ കമ്പനി ഇതാണ്, സാറിനെ വിളിച്ചത് ഇന്ന കാര്യത്തിന് വേണ്ടി, സാറുമായിട്ടൊന്ന് ഡിസ്കസ് ചെയ്യാൻ ഒരു അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് വിളിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ജസ്റ്റ് ഷട്ടപ്പ്. എങ്ങനെ? 4 കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. 1, കസ്റ്റമറുടെ പേരെടുത്ത് വിളിച്ചു. 2, നമ്മളുടെ പേര് പറഞ്ഞു, നമ്മുടെ കമ്പനിയുടെ പേര് പറഞ്ഞു. അടുത്ത എന്താണ് ചെയ്തത്? വൈ, ഞാൻ സാറിനെ വിളിക്കാനുള്ള റീസൺ എന്ന് പറയുന്നത് ഇന്ന കാര്യത്തിന് വേണ്ടിയിട്ട്. 4ാമത് നമ്മളെന്ത് പറഞ്ഞു? എനിക്ക് ആവശ്യം ഇതാണ്, ഐ നീഡ് ആൻ അപ്പോയിൻമെൻറ്റ്. ഇതും പറഞ്ഞു കഴിഞ്ഞിട്ട് വി ആർ ജസ്റ്റ് കീപ്പിംഗ് സൈലൻറ്റ്, ഷട്ടപ്പ്. അവിടെയാണ് ഇനി കസ്റ്റമർ സംസാരിച്ച് തുടങ്ങും. ഈ ഒരു സ്റ്റെപ്പ് അല്ലെങ്കിൽ ഈ ഒരു പാറ്റേൺ നമ്മൾ ഫോളോ ചെയ്യാൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ ടെലഫോണിൽ കൂടി ഏതൊരു കസ്റ്റമർ എടുത്തും നമുക്ക് അവരുടെ അറ്റൻഷൻ ഗ്രാബ് ചെയ്യാനും നമുക്ക് ആവശ്യമുള്ളത് നേടിയെടുക്കാനും സാധിക്കുന്നതായിരിക്കും. ട്രൈ ദിസ് ഔട്ട് ഫോർ എ ബ്യൂട്ടിഫുൾ സെയിൽസ് എഹെഡ്. താങ്ക് യു. ടേക്ക് കെയർ. ബൈ.